ഇന്ന് നമുക്ക് വെണ്ണ പോലത്തെ പഞ്ഞിയപ്പം തേങ്ങയൊന്നും ചേർക്കാതെ അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ അരി ആദ്യം തന്നെ കുതിർക്കാനിടണം. അരി മിനിമം 5 തൊട്ട് 6 മണിക്കൂർ നമ്മൾ കുതിർക്കണം. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് റേഷൻ അരി എടുത്തിട്ടുണ്ട്. ഈ പുഴുക്കലരി കിട്ടുമല്ലോ വെളുത്ത കളറിൻ്റെ, അതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് പച്ചരി കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായി കഴുകി നമുക്ക് കുതിരാനായിട്ട് വെക്കാം. ഇനി വേറെ ഒരു പാത്രത്തിലേക്ക് ഒരു വലിയ സ്പൂണിന് 2 സ്പൂണ് ഉഴുന്ന് അധികം വേണ്ട, 2 സ്പൂൺ ഉഴുന്ന് മതി. അതിലേക്ക് തന്നെ അതേ സ്പൂണിന് തന്നെ 2 സ്പൂണ് ചവ്വരി, നമ്മൾ പായസമൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ചവ്വരി ഉണ്ടല്ലോ, അത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി നമുക്ക് കുതിരാനായിട്ട് വെക്കാം. അരിയും ചവ്വരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം അധികം ആകാൻ പാടില്ല, വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 നുള്ള് ഈസ്റ്റും 1/2 സ്പൂണ് പഞ്ചസാര കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈസ്റ്റ് അധികമാകാൻ പാടില്ല, ഒരേ 1 നുള്ള് ഈസ്റ്റ് മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് 6 തൊട്ട് 7 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമ്മൾ രാത്രിയിൽ അരിയൊക്കെ അരച്ച് ഇതുപോലെ മൂടി വെച്ചാൽ മതി. ഞാനിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി രാത്രിയിൽ ഇതുപോലെ അരിയൊക്കെ അരച്ച് മൂടി വെച്ചിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ നോക്കി, ഇത് കണ്ടോ, രാവിലെ ആയപ്പോൾ മാവൊക്കെ നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മാവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ ലൈറ്റായിട്ട് നമ്മൾ മാവൊന്ന് മിക്സ് ചെയ്യണം, ഒരേ ഡയറക്ഷനിൽ. ഇതുപോലെ പൊങ്ങിയ മാവ് നമ്മൾ അധികം നേരം ഇട്ടിങ്ങനെ ഇളക്കരുത്, ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി ഒരു 10 മിനിറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും നമ്മുടെ മാവ്. ഇനി ഇതുപോലെ ചെറിയ ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പാത്രത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കാം. ഇങ്ങനത്തെ പാത്രം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ നമ്മൾ നന്നായിട്ട് എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ട് മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മൾ സ്റ്റീം ചെയ്താൽ മതി. ഞാനിപ്പം ഇങ്ങനത്തെ ചെറിയ പാത്രമുണ്ട്, പാത്രത്തിലെല്ലാം വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മാവ് ഇതുപോലെ ഒരു 1/2 പാത്രം മാവ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നിറച്ച് മാവ് ഒഴിക്കരുത്, അതിങ്ങനെ പൊങ്ങി പോകും. അപ്പോൾ ഒരു 1/2 പാത്രം വെച്ച് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ ഇഡ്ഡലി അല്ലെങ്കിൽ അപ്പം നമ്മൾ ഇതിൽ വെച്ച് സ്റ്റീമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചാൽ മതി. ഇത് കണ്ട് നമ്മളിപ്പം ഈ അപ്പമൊക്കെ പഞ്ഞിയപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ട് 1/2 പാത്രം നമ്മൾ മാവ് ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കണ്ട പാത്രം നിറച്ചുമായിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പം ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ പിടുത്തി ഒട്ടും തന്നെ ഒട്ടാതെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചിക്കൻ കറിയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്.